നടൻ സിദ്ദിഖിന്റെ രാജിയെ സ്വാഗതം ചെയ്ത ഷമ്മി തിലകൻ. ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണമെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം അമ്മ പ്രസിഡന്റ് മോഹൻലാലിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പ്രസിഡന്റിനാണ് സിനിമാ സംഘടനയിൽ സർവാധികാരം. നിയമവിധേയമല്ലാത്തത് എവിടെയും നിലനിൽക്കില്ല. വിഗ്രഹം എന്നത് ആരാധിക്കുന്നവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലാതായാൽ അത് ഉടച്ചു കളയണം. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണമെന്നാണ് ഷമ്മി തിലകൻ പ്രതികരിച്ചത്. അതിനകത്ത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റിയാണ്. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അതിന് ഉപോത്ബലകമായ തെളിവുകളും പലതും ഉണ്ടെന്നുള്ളത് സത്യവുമാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ആ തെളിവുകൾ പ്രകാരമാണല്ലോ ഈ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് ഞാൻ പറയുന്ന അതില്ലേ എന്താണ് വിനയൻ്റെ ജഡ്ജ്മെൻറ്റ്, അതിനകത്തെന്ന് പറയുന്ന തെളിവ് സഹിതം അതിനകത്ത് പറയുന്ന ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം തന്നെ ഈ രാജിവെച്ചതിൻ്റെ തെളിവ് അത് തന്നെയല്ലേ? അല്ലെങ്കിൽ അത് രാജിവെക്കേണ്ട കാര്യമുണ്ടോ? അത് സത്യമേ ജയിക്കൂ. ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടഞ്ഞു തന്നെ ആവണം അല്ലേ? വിഗ്രഹങ്ങൾ ഉടയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണം. കാര്യം വിഗ്രഹങ്ങളെന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ അവരിൽ അതായത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലാതായാൽ, വിശ്വാസം വഞ്ചന നടത്തിയാൽ അത് ഉടച്ച് കളയണം. ഉടയല്ല, ഉടയ്ക്കണം. അത് തന്നെയാണ് സാർ പറയുന്നത്. ഉടയപ്പെടേണ്ട വിഗ്രഹങ്ങൾ ഉടയണം. അതെനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ. ഇല്ലാത്തവരുടെ കാര്യം ഞാൻ എങ്ങനെ അതിനെക്കുറിച്ച് പറയാം? ഈ സിദ്ദിഖിന്റെ ഈ രാജി ഒരു കാവ്യനീതി ആണ് എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? എനിക്ക് അങ്ങനെ വലിയ കാവ്യനീതിയായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. അന്നേ എനിക്ക് പറയാനുള്ളത്. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, പ്രസിഡന്റിനാണ് അവിടെ സർവാധികാരം എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛൻ്റെ വിഷയത്തിലൊക്കെ പുള്ളി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കണക്ഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ആരോപിക്കാം. പക്ഷേ അതിനകത്ത് എനിക്ക് ആരോപിക്കാനായിട്ട് മാത്രം അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെയും പറഞ്ഞിട്ടുള്ളൂ, എവിടെയും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അത്യാവശ്യം തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് പോലും ഭയത്തോടു കൂടിയാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ പവർ എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ എന്നെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന, അല്ലെങ്കിൽ 2018 ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം സംഘടനയിൽ എത്രയോ ആളുകൾ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, എൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ള പല ആൾക്കാരുടെയും മക്കളുടെയും ഒക്കെ കല്യാണം നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും നടന്നിട്ടുണ്ട്. അതിലൊരു നടൻ്റെ ആയിട്ട് ഞങ്ങൾ പല സെറ്റുകളിലും ഒരു കട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ അത്ര ഇൻറ്റിമസി ഉള്ളൊരു നടനാണ്. ഞാൻ ആളുടെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കാറ് അവരെൻ്റെ അത്ര സുഹൃത്താണ്. എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു കുറ്റമായിട്ട് ആരോപിക്കുകയല്ല. പക്ഷേ അവരെ ഞാൻ ആരോപിക്കുക, അവനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. പക്ഷേ അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പോലെ അല്ല മോളെ പോലെ ഉള്ള ആൾക്കാരാണ്. എന്നെ ആ കല്യാണത്തിൽ നിന്ന് വിളിക്കാതെ വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളത്. ഞാൻ അതിന് മാത്രം ഇവനോടൊക്കെ എന്താ തെറ്റ് ചെയ്തത്? അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നിർദ്ദേശം, അവനെ ഒരു കാര്യത്തിനും അടുപ്പിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, അവിടെ എത്ര കൊച്ചിയിൽ എന്തുമാത്രം ഫങ്ഷൻസ് നടക്കുന്നു, ചാനലുകളുടെയും അതിൻ്റെ. എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ പണ്ട് CCL ക്രിക്കറ്റ് ലീഗ് നടന്നു. അവിടെ എവിടെയെങ്കിലും എനിക്ക് സീറ്റ് തന്നെ എവിടെയാണെന്നറിയാം? ഗാലറിക്കകത്താണ്, ജനങ്ങളുടെ കൂടെ.